ഈ താമരശ്ശേരിയിലുള്ള ഒരു ഫ്രഷ് കട്ട് അറവുശാല സർ, അത് ആ പ്രദേശത്ത് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാതായി സർ. അവിടെ ആളുകൾ ഈ പറയുന്നത് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉണക്കമീൻ അടുപ്പിലിട്ട് അതിൻ്റെ ഗന്ധം ഇതിനേക്കാൾ മെച്ചമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആളുകൾ ഭക്ഷണം കഴിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്ര വലിയ ദുർഗന്ധം സമീപ പ്രദേശത്ത് മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ അതിനെതിരായി ഒരു സ്വാഭാവിക സമരം ഉണ്ടായി. ആ സമരത്തിൻ്റെ പേരിലാണ് ഇപ്പം നാട്ടുകാർക്കെതിരെ മുഴുവൻ എല്ലാ കക്ഷിക്കാരും ഉണ്ട്, CPM ഉണ്ട്, ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ കക്ഷിക്കാർക്കെതിരെ കേസാണ്, പല കേസുകളാണ്. അപ്പോൾ സാർ ഇത് ഒന്ന് ആ കേസൊക്കെ ഒരു കേസാക്കി അവസാനിപ്പിക്കണം. രണ്ട്, ഈ ഇത്രയും വലിയ രൂക്ഷമായ ഗന്ധം ഉണ്ടായി ഒരു പ്രദേശത്ത് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് അറവുശാലയൊക്കെ വേണം, പക്ഷേ ഇതിനൊരു പരിഹാരം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാ സാർ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് പാർലമെന്റ് മന്ത്രി. സാർ, ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. താമരശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന അറവുശാലയേ അല്ല, അത് ചിക്കൻ റെൻഡറിങ് പ്ലാന്റാണ്. അറവ് മാലിന്യം സംസ്കരിക്കാനുള്ള പ്ലാന്റാണ്. മാലിന്യ സംസ്കരണ പ്ലാന്റ്, അതിന്റെ പേര് ഫ്രഷ് കട്ട് ഓർഗാനിക് റെൻഡറിങ് പ്ലാന്റിൽ 21/10/2025 നടന്ന ഉപരോധ സമരം അക്രമാസക്തമാവുകയും പ്ലാന്റ് ഭാഗികമായും ഏതാനും വാഹനങ്ങൾ പൂർണ്ണമായും അക്രമികൾ കത്തിച്ച് നശിപ്പിക്കുന്നതിൽ കലാശിക്കുകയും ചെയ്യുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ WPC 12-536/2025 കേസിലെ താൽക്കാലിക വിധി പ്രകാരം പ്ലാന്റിന് പോലീസ് സംരക്ഷണം നൽകുന്നതിൻ്റെ ഭാഗമായി കോഴിമാലിന്യം ശേഖരിച്ചു വന്ന വാഹനം പ്ലാന്റിലേക്ക് കടത്തിവിടാൻ പോലീസ് ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിനും വാഹനത്തിനു നേരെ കല്ലേറുണ്ടാവുകയും സംഘർഷത്തിലെത്തുകയും ചെയ്തത്. ഹൈക്കോടതി വിധിപ്രകാരമുള്ള സംരക്ഷണം കൊടുക്കുകയാണ് പോലീസ് ചെയ്തത്. പോലീസിന് നേരെ ആക്രമണം ഉണ്ടായി. അതേസമയം ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വഴിയിലൂടെ, ഇവിടെ ഈ സംഘർഷം നടക്കുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പ്ലാന്റിൽ പ്രവേശിക്കുകയും പ്ലാന്റിൻ്റെ വാഷിംഗ് ഏരിയ, ട്രാൻസ്ഫോർമർ, കുക്കർ കൺട്രോൾ ഏരിയ എന്നിവിടങ്ങളിൽ തീയിടുകയും ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു. കൂടാതെ അവിടെ നിർത്തിയിട്ടിരുന്ന കോഴിമാലിന്യം ശേഖരിക്കുന്നവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും അഗ്നിക്കിരയാക്കി. ഈ സംഘർഷത്തിൽ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി, റൂറൽ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും സാരമായി പരിക്കേൽക്കുകയുണ്ടായി. പ്രസ്തുത സംഭവത്തിന് ശേഷം ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി സംയുക്ത പരിശോധന നടത്തുകയും പ്ലാന്റിന്റെ നിലവിലുള്ള സ്ഥിതി വിലയിരുത്തുകയും ചെയ്തു. പ്ലാന്റിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെങ്കിലും പ്രധാനപ്പെട്ട കുക്കർ ഉൾപ്പെടുന്ന പ്രോസസ്സിംഗ് ഏരിയയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നില്ല. പരിശോധന സമയത്ത് റിപ്പയറിംഗ് വർക്ക് ഏകദേശം പൂർത്തിയായി വരികയായിരുന്നു. തുടർന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുകയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, MVD തുടങ്ങിയ ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുടെയും പരിശോധനയ്ക്ക് ശേഷം 30/10/2025 DLFMC തീരുമാനപ്രകാരം പ്ലാന്റ് പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തു. പ്ലാന്റിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ DLFMC പ്ലാന്റിന്റെ പ്രോസസ്സിംഗ് ക്വാണ്ടിറ്റി 20 ടണ്ണായി പരിമിതപ്പെടുത്താനും ഫ്രഷ് കോഴി വേസ്റ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നും നിശ്ചയിച്ചു. വൈകുന്നേരം 6:30 മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് പ്രവർത്തനം നിർത്തിവെക്കാനും തീരുമാനിക്കുകയുണ്ടായി. മലിനജലം ട്രീറ്റ് ചെയ്യുന്ന ഇഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്രതിമാസ പരിശോധനയ്ക്ക് പുറമെ കോഴിക്കോട് NITയുടെ ലാബ് സംവിധാനം ഉപയോഗിച്ച് പ്രതിവാര പരിശോധന നടത്തുന്നതിനും തീരുമാനിച്ചു. അപ്പോൾ PCBയുടെ പ്രതിമാസ പരിശോധനയും NIT ലാബിന്റെ പ്രതിവാര പരിശോധനയും തീരുമാനിച്ചിട്ടുണ്ട്. ദുർഗന്ധം സംബന്ധിച്ച പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി തിരുവനന്തപുരം CSIR NIISTയുമായി ചേർന്ന് പരിശോധന നടത്തി പരിഹാര നിർദ്ദേശങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 20 ടൺ ആയി പരിമിതപ്പെടുത്തിയ കപ്പാസിറ്റിയിൽ നൈറ്റ് ഷിഫ്റ്റ് ഒഴിവാക്കി കാര്യമായ പരാതികൾക്കിടവരാത്ത രീതിയിൽ പ്ലാന്റ് പ്രവർത്തിച്ചു വരികയാണ്. നവീകരണത്തിന് ശേഷം പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായതായി സമരസമിതി തന്നെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഒരു പ്ലാന്റിൽ മാത്രം ജില്ലയിലെ കോഴിമാലിന്യം സംസ്കരിക്കാൻ സാധ്യമല്ലെന്ന് കണ്ടതിനെ തുടർന്ന് 3 പ്ലാന്റുകൾക്ക് കൂടി അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. പൊതുജന പ്രക്ഷോഭം കാരണം 2 എണ്ണത്തിന് ഇനിയും പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ജനപ്രതിനിധികളുടെ സജീവമായ ഇടപെടലിലൂടെ പൊതുജനങ്ങളെ ബോധവൽക്കരിച്ച് ജില്ലയിൽ വികേന്ദ്രീകരിച്ചുകൊണ്ട്, എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവരിക എന്നതിന് പകരം വികേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പ്ലാന്റുകൾ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. അപ്പോൾ വികേന്ദ്രീകരിച്ച് അനുമതി കൊടുത്ത 3 പ്ലാന്റുകൾ കൂടി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണം, ഇടപെടൽ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് അവരുടെ സഹകരണം കൂടി ഉണ്ടാവണം.